80s-ലും 90s-ലും നല്ല ഡയറക്ടേഴ്സും റൈറ്റേഴ്സിനെ കൊണ്ട് മോളെ വലിയ നടനായി. ഇപ്പോൾ പുതിയ ഡയറക്ടേഴ്സ് മോളെ ചാൻസ് കൊടുക്കാത്ത കാരണം അവരോടൊപ്പം അഭിനയിക്കാൻ കോൺഫിഡൻസ് ഇല്ല. പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ദൃശ്യം 3 എന്ന സിനിമ, മോഹൻലാലിന്റെ സിനിമ പൊട്ടിപ്പൊളി. നിന്റെ കരുനാക്കം വെച്ചോണ്ട് ചുമ്മാരുന്നേ. ഞാൻ കൊല്ലും ഒടിച്ചു മുടക്കി കൂര ഞാൻ കുത്തിവെക്കുന്നു നോക്കിയോ. മോഹൻലാലിന്റെ കാലം കഴിഞ്ഞിട്ട് വർഷങ്ങളായി. മോഹൻലാൽ വീട്ടിൽ പോയിരിക്കാനാണ് ഏറ്റവും നല്ലത്. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ്. ദൃശ്യം 3 നാളെ ഇറങ്ങുന്ന. ലാലേട്ടൻ ആറാടിക്കുകയാണ്. ദൃശ്യം 3 വലിയ ഹിറ്റായി മാറട്ടെ. ദൃശ്യം 3 എന്ന സിനിമ, മോഹൻലാലിന്റെ സിനിമ പൊട്ടിപ്പൊളി. ഒരുമാതിരി പല തന്തയ്ക്ക് പറഞ്ഞ പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത്. തൽക്കാലം പല തന്തയുണ്ടെന്ന് വിചാരിച്ചേക്കാം. ലാലേട്ടൻ ആറാടിക്കുകയാണ്. ഉളുപ്പുണ്ടോ? ലജ്ജ ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ നാണം കെട്ടവരെ. നിഷ്പക്ഷമായ സത്യസന്ധമായ റിവ്യൂ ഞാൻ നാളെ തരാം. അയാളെ എന്റെ മുമ്പിൽ കണ്ട ഒപ്പം ഞാൻ അയാളെ കൊല്ലും. എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.